ഹായ് ഹലോ ഫ്രണ്ട്സ്, പൂമുറ്റം ചാനലിൻ്റെ പുതിയ വീഡിയോ ആണ്. നമ്മുടെ അഗ്ലോനിമ ചെടി ഒരു സിംഗിൾ ഷൂട്ടിനേക്കാൾ എന്ത് ഭംഗിയാലേ, ബുഷി പോട്ട്. അപ്പോൾ ബുഷി പോട്ടായിട്ടുള്ള ഒരു ചെടിയാണ് എപ്പോഴും ഭംഗി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അഗ്ലോനിമയുടെ ബുഷി പോട്ട് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, എന്തുകൊണ്ടാണ് പെട്ടെന്ന് നഴ്സറിക്കാർക്കൊക്കെ ഇത്രയും ബുഷി പോട്ട് കിട്ടുന്നത് എന്നുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ കേട്ടോ. നമ്മുടെ പൂമുറ്റം ചാനൽ ചെടികളുടെയും പൂക്കളുടെയും വിശേഷം പറയുന്നൊരു ചാനലാണ്. അതുകൂടാതെ നമ്മൾ ചെടികൾക്ക് വേണ്ട പെസ്റ്റ് കൺട്രോൾ, ഫംഗിസൈഡ് പോലുള്ള പ്രോഡക്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ആർക്കെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും വേണമെങ്കിൽ, ബ്ലൂമിങ് സ്പ്രേകളൊക്കെ വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോലെ. ചില വീഡിയോ ഞാൻ കാണുമ്പോൾ വിചാരിക്കാറുണ്ട്, ഒരു വീഡിയോയ്ക്ക് ഇരുന്നിരുന്ന് അവസാനം പറയും എന്തെങ്കിലും ഒരു ടിപ്പ്. അത് അങ്ങനെ പറയാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പോയിട്ട് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് എനിക്കിഷ്ടം. അപ്പോൾ പൂമുറ്റം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് പിന്നെയും കിട്ടുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ മറന്നു പോയിട്ടുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി, പിന്നെ എൻ്റെ ഒരു വീഡിയോ പുതിയതായിട്ട് ഒന്നുകൂടി കാണണം എന്ന് തോന്നുകയാണെങ്കിൽ പൂമുറ്റം എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. പൂമുറ്റം ചാനൽ നിങ്ങളെ മുന്നിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബുഷി ചെടി അല്ലേ, ഏറ്റവും ഭംഗിയായിരിക്കുന്ന എപ്പോഴാണ് അഗ്ലോനിമ ബുഷി ആയിരിക്കുമ്പോൾ. അപ്പോൾ അതിനാദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സൺലൈറ്റ് ആണ്. നല്ല കത്തുന്ന സൂര്യപ്രകാശം ചെടിയുടെ ഇലകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ബുഷി പോട്ടാവില്ല. സൂര്യപ്രകാശം കുറഞ്ഞ് ഒരു ഇരുണ്ട സ്ഥലത്താണ് ചെടി നിൽക്കുന്നതെങ്കിൽ നമുക്ക് ബുഷി പ്ലാന്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ്, ഡയറക്റ്റ് അല്ലാത്ത, ഇപ്പോൾ ഒരു മാവിൻ്റെ ഇടയിലൂടെ വരുന്ന വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ തന്നെ ഷെയ്ഡൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ഭാഗത്താണ്, കാർ പോർച്ച് ഇങ്ങനെയുള്ള സ്ഥലത്താണ് അഗ്ലോനിമ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോഴാണ് ശരിക്കും നല്ല രീതിയിൽ ഷൂട്ട്സ് വരുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല രീതിയിലുള്ള വെളിച്ചം, ഡയറക്റ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്ലോനിമ ഷൂട്ട് വരത്തേയില്ല, ഒരു ഷൂട്ടായി ഇങ്ങനെ നിൽക്കും. അതും അതിൻ്റെ ഇലകളിലൊക്കെ ഇങ്ങനെ ബ്രൗൺ കളർ വന്നിട്ട് ആകെ ഒരു ഭംഗിയില്ലാത്ത ഇലകളും ആയിരിക്കും ഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ചെടികൾക്ക്. ആ സ്ഥലത്ത് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ചെടികളുടെ ഇലകൾക്ക് നല്ല ഡാർക്ക് കളറും ഉണ്ടാവും, നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യമായിട്ട്. രണ്ടാമത്തെ കാര്യമായിട്ട് പറയേണ്ടത്, എപ്പോഴായാലും നമ്മുടെ ഒരു പോട്ട് മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പൊടിയായിട്ടുള്ള ഒരു ലൂസ് പോട്ട് മിക്സ് കൊടുത്താലാണ് ചെടികൾക്ക് വേരിന് നന്നായിട്ട് വളരാൻ പറ്റുകയും പുതിയ തൈകൾ പൊന്തി വരികയും ചെയ്യുക. അല്ലാതെ നമ്മൾ കട്ടിയായിട്ടുള്ള മണ്ണിൽ വെച്ചാൽ ചെടികൾക്ക് ശരിക്കും നല്ല രീതിയിൽ ശ്വസിക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളിൽ നിന്ന് പുതിയ ഷൂട്ട്സ് വരത്തില്ല. അപ്പോൾ ലൂസ് പോട്ട് മിക്സ് ആണ് എപ്പോഴും ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ നഴ്സറിയിൽ നിന്നാണ് എനിക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടി. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല ടിപ്പാണ്. അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. എനിക്ക് മണൽ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ സാധാരണ മണ്ണിൻ്റെ കൂടെ കുറച്ച് ചരൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. മണൽ കിട്ടുന്നവർക്ക് ഈ ചരൽ എന്നുള്ള ഓപ്ഷൻ മിക്സ് ചെയ്യുക, അത് വേണ്ട. മണൽ നല്ലൊരു ഓപ്ഷനാണ്. മണ്ണും മണലുമാണ് വേണ്ടത്, പക്ഷെ ഞാൻ മണ്ണും ചരലുമാണ് എടുക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ഉമി ഞാൻ എന്നും ഉപയോഗിക്കാൻ തുടങ്ങിയോ അതിനുശേഷം എൻ്റെ ചെടികളെല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. ഡ്രൈനേജ് ഹോൾ പെട്ടെന്ന് ക്ലിയർ ആവും. എയർ പോക്കറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ കൂടും, വേരുകൾ പെട്ടെന്ന് വളരും, പെട്ടെന്ന് ഷൂട്ട്സ് വരിക. അപ്പോൾ എനിക്കത് ഭയങ്കര എഫക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഉമി പോട്ട് മിക്സിൽ ഇട്ടതിന് ശേഷം പൊടിയായിട്ടുള്ള മണ്ണാണ്, ഒരിക്കലും മണ്ണ് കട്ട പിടിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട്, ഒരുപാട് ഉമിയിട്ട് പോട്ടിൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നതിന് ഞാൻ എതിരാണ്. എനിക്കത് പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. 1-2 ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ട് ഞാനത് ചെയ്തു, പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. എനിക്ക് ഈ മണ്ണും മണലും അതിൻ്റെ കൂടെ കുറച്ച് ഉമിയും ചേർത്തപ്പാണ് പൊടിയായിട്ടുള്ള, വളരെ കുറഞ്ഞ അളവിലുള്ള ഉമി ചേർത്തപ്പാണ് പൊടിയായിട്ടുള്ളൊരു പോട്ട് മിക്സ് കിട്ടിയത്. പിന്നെ ഞാൻ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചകിരിച്ചോറ്. കാരണം 2-3 ദിവസം കൂടുമ്പോൾ ചെടി നനയ്ക്കുന്നുള്ളൂ. എന്നും നനയ്ക്കുമ്പോൾ ഷൂട്ട്സ് വളരുന്നത് കുറവാണ്, ഷൂട്ട്സ് പുതിയത് വരുന്നില്ല. അപ്പം ഞാൻ 2-3 ദിവസത്തേക്ക് നനയ്ക്കത്തുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഈ ചകിരിച്ചോറ് ഇടുന്നതുകൊണ്ട്, നനവുള്ളതുകൊണ്ട് ചെടി വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പിടി ചകിരിച്ചോറ്, എല്ലാ അളവും ഒരുപാട് എടുക്കരുത് കേട്ടോ. നമ്മുടെ മണ്ണ് തന്നെയാണ് ബേസ്. ചില ആൾക്കാർ ചകിരിച്ചോറിൽ മാത്രം വളരും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ചകിരിച്ചോറിൽ മാത്രം ഞാൻ വളർത്തി നോക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വെള്ളം കൂടി പോകുമ്പോൾ റൂട്ട് റോട്ട് വരുന്നുണ്ട്, ചെടി ചീഞ്ഞു പോവുക. അപ്പോൾ ആ പരിപാടി ഞാൻ നിർത്തി. ഞാൻ മണ്ണ്, കുറച്ച് ചരൽ, പിന്നെ അതിൽ ഒരു 1-2 പിടി ഉമ്മി, പിന്നെ നമ്മൾ കുറച്ച് ചകിരിച്ചോറിടും. പിന്നെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഓർഗാനിക്
ഓർഗാനിക് വളം, നമ്മുടെ കമ്പോസ്റ്റോ ചാണകപ്പൊടി എന്തേലും, പിന്നെ എല്ലുപൊടി, പിന്നെ നമ്മൾ ഇടുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കാരണം ആദ്യമായിട്ട് നമ്മളൊരു ചെടി നടുമ്പോൾ ഇത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ഈ ഒരു പോട്ട് മിക്സ് ഫോളോ ചെയ്തവരെയാണ് കേട്ടോ എനിക്ക് നിറയെ ഷൂട്ട്സ് വന്നത്, അതിലൊരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉമിയോ പോട്ട് മിക്സിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഉമി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റിന് 30 രൂപയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി ഈ എത്ര കിലോ ആണ് ഒരു പാക്കറ്റ് എന്ന്. അങ്ങനെയല്ല, മിനിമം CCയിൽ 7 പാക്കറ്റ് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉമി കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുക, ഉമി ആവശ്യമുള്ളവർ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഷൂട്ട്സ് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വളമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെടി നട്ട് ആദ്യം തന്നെ നമ്മൾ ഒരാഴ്ച ഷെയ്ഡിലാണ് വെക്കുക. പിന്നെ നമ്മൾ ഇളം വെയിൽ കിട്ടുന്നൊരു സ്ഥലത്ത് വെച്ച് 1 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായ വളം ചെയ്യണം. അപ്പം എന്തെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ, എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ നമ്മുടെ കമ്പോസ്റ്റോ ചാണകപ്പൊടി അങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള നൈട്രജൻ കണ്ടൻ്റ് ഉള്ള വളങ്ങൾ നമ്മൾ ചെയ്താൽ മതി. എല്ലുപൊടിയൊക്കെ ഇടുമ്പോൾ ഈ ഒരു പ്ലാന്റിന് കുറച്ചുകൂടി റൂട്ട് ഹെൽത്ത് സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യും. അപ്പം എന്തെങ്കിലും വളങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള പുതിയ ഷൂട്ട്സ് വരുന്നത്. ഓർഗാനിക് വളം തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുതിയ ഷൂട്ട്സ് വരാൻ. ഇനി ഒന്നും വേണ്ട, തൊട്ടടുത്ത് ചാണകമൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ചാണകം കലക്കി ഒഴിച്ചാൽ വളരെ ഫലപ്രദമാണ്. പക്ഷെ മഴക്കാലത്ത് ഓർഗാനിക് വളങ്ങൾ ഒരുപാട് ഉപയോഗിക്കരുത്, വളരെ കുറഞ്ഞ അളവിലേ ഉപയോഗിക്കാവുള്ളൂ. അത് ശ്രദ്ധിക്കുക. ഫംഗസിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെടികൾക്ക് രോഗങ്ങളോ ഫംഗസിൻ്റെ പ്രശ്നങ്ങളോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നീം ഓയിലോ സാഫോ ഒക്കെ കലക്കി ഒന്ന് സ്പ്രേ ചെയ്യുന്നത് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ മെയിനായിട്ടും വെള്ളത്തിൻ്റെ കാര്യം. ഇപ്പോൾ ഷൂട്ട്സ് കൂടുതൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി മെല്ലെ വളരുള്ളൂ. അപ്പോൾ വെള്ളം കുറവ് മതി. ചെടിക്ക് വളരാനുള്ള ഒരു സാവകാശം കൊടുക്കണം. 2-3 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ മണ്ണ് ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം കൊടുത്താൽ മതി. മുന്നേ കാലങ്ങളിലൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ചട്ടി നോക്കുമ്പോൾ അത്ര വലിയ നനവൊന്നുമില്ല, ഇന്നും വെള്ളം കൊടുക്കാം. എന്നും വെള്ളം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനക്കേടായിരുന്നു. പിന്നെയാണ് ഒരു നഴ്സറിയിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നത് നിങ്ങളിങ്ങനെ എന്നും വെള്ളം കൊടുത്ത് ചീഞ്ഞ മണ്ണാക്കി വെക്കരുത്, നനവ് മണ്ണിലുണ്ടാവും, നിങ്ങൾ ചകിരിച്ചോറൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചകിരിച്ചോറ് പോലും ഇടാൻ തുടങ്ങിയത് കേട്ടോ. അതിനുശേഷം അവർ പറഞ്ഞത് ശരിയാണ്, ഷൂട്ട്സ് പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി. നനയ്ക്കുന്ന ദിവസം നന്നായിട്ട് നനയ്ക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യണ എപ്പോഴും. പിന്നെ ഒരു കാര്യം പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയാണ് കേട്ടോ. നമ്മൾ നല്ല പരിചരണം നൽകിയാലും കുറച്ച് സമയം എടുക്കും. പ്രത്യേകിച്ച് ചില അഗ്ലോനിമ, റെഡ് ലിപ്സ്റ്റിക് പോലെയുള്ള അഗ്ലോനിമേൻ്റെ ഷൂട്ട്സ് കുറച്ചുകൂടി വേഗം വരും. പക്ഷേ ഫ്രോസൻ്റെ ഒക്കെ ഷൂട്ട്സ് കുറച്ചുകൂടി മെല്ലെയാണ് വരുന്നത്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. നമുക്ക് നല്ല ക്ഷമ വേണം. അപ്പം മെയിനായിട്ടും ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുത്തു നോക്കുക, വെള്ളം അമിതമായി കൊടുക്കാതിരിക്കുക, കൃത്യമായ വളം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിക്കൽ വളങ്ങൾ പോലുള്ള NPK പോലുള്ള കാര്യങ്ങളും ചെയ്യുക കേട്ടോ. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇലച്ചെടികൾക്ക് ഓർഗാനിക് വളം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ഷൂട്ട്സ് വരാൻ തോന്നിയ ഒരു കാര്യം, നമ്മൾ ചെറിയൊരു ചെടി വലിയൊരു പോട്ടിൽ നട്ടാൽ തീരെ ഷൂട്ട്സ് വരുന്നില്ല. ഓരോ ചെടിയുടെ സൈസിനനുസരിച്ചുള്ള പോട്ട് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ കീടങ്ങളും ഫംഗസും അമിതമായിട്ടുള്ള ഒരു ചെടിയുടെയും വളർച്ച വളരെ സ്ലോയിലാണ്. അപ്പോൾ കൃത്യമായ ഫംഗിസൈഡും പെസ്റ്റ് കൺട്രോളും മാസത്തിൽ ഒരു വട്ടെങ്കിലും നമ്മൾ കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല പ്ലാന്റായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റായി ഷൂട്ട്സൊക്കെ വേഗം തന്നെ വരുന്നത്. അപ്പോൾ അത് എനിക്ക് പ്രധാനമായിട്ടൊരു കാര്യം തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളെന്നും ചെടിക്ക് ഇഷ്ടമുള്ളവരെ കാര്യം അറിയാമല്ലോ, നമ്മളെന്നും പോയി നോക്കും. കുറച്ച് ക്ഷമ വേണമെന്നാണ് ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട്സ് വരും. പിന്നെ അഗ്ലോനിമ ചെടി എന്ത് ഭംഗിയാലേ, നമ്മളിങ്ങനെ ചെടിയുടെ അടുത്ത് പോയി നോക്കുമ്പോൾ ഈ നിറമുള്ള ഇലകൾ കാണുമ്പോൾ എന്തായാലും ഒരു പ്രത്യേക സന്തോഷമല്ലേ, എന്ത് മനോഹരമല്ലേ ഇതിൻ്റെ ഇലകൾ. അപ്പോൾ ഇത് ബുഷിയുടെ ആണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. അപ്പോൾ കുറഞ്ഞ വെളിച്ചത്തിൽ പോലും വേഗം വളരുന്ന ഒരു ചെടിയാണ്. അധികം ഡയറക്റ്റ് സൂര്യപ്രകാശം ഒന്നും റോസിനെ ഒന്നും പോലെ ഇതിന് വേണ്ട. പരിപാലിക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ദിവസം വെള്ളം കൊടുക്കേണ്ടാത്തതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് നമുക്കിത് പരിപാലിക്കാൻ. അപ്പോൾ നിറങ്ങളുടെ വൈവിധ്യം തന്നെ എന്താലേ, പച്ച, പിങ്ക്, ചുവപ്പ്, ഗ്രേ, അങ്ങനെ സിൽവർ എന്നൊക്കെ പറഞ്ഞ് എന്തോരം ഭംഗിയിലല്ലേ ഇത് കിട്ടണേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ചെടി നോക്കിയിരിക്കും.
അപ്പം വീട്ടിലെ അലങ്കാരത്തിന് ഒരു മികച്ച തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ അഗ്ലോനിമ ചെടി. അപ്പോൾ ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്താൽ വളരെ ഭംഗിയാണ്. നമ്മുടെ ഈ ഒരു ഏരിയ തന്നെ ഒരു പ്രത്യേക ഭംഗിയാക്കി നിർത്താൻ നമ്മുടെ ഈ ഒരു ചെടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് വർഷം കിട്ടുന്നുണ്ടെന്ന്. നമ്മൾ കൃത്യമായുള്ളൊരു ഫംഗിസൈഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേര് ചെയ്യുന്ന ഒരു പ്രശ്നവുമില്ല. ഒരുപാട് വർഷം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് അഗ്ലോനിമ. അപ്പം പുതിയ ഷൂട്ട് വരുമ്പോഴാണ് കൂടുതൽ ഭംഗിയായി മാറുന്നത്. അപ്പം കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു ചെടിക്ക് സമയം കൊടുക്കുകയാണെങ്കിൽ നിറയെ ഷൂട്ടായിട്ട് ആ ചെടി അങ്ങ് വരും. ഞാൻ പറഞ്ഞ പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ കെയറിങ് ഒക്കെ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്രദമായ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് പറഞ്ഞത് പരിപാലിക്കാൻ വളരെ എളുപ്പമുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടി ബുഷിയായിട്ട് നിങ്ങൾക്ക് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പൂമുറ്റം ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചെടിക്കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തു എന്ന് കരുതുന്നു. പൂമുറ്റം കുടുംബത്തിലേക്ക് ഭാഗമാവുക. താങ്ക് യു. വീണ്ടും വരാം. ബൈ ബൈ.